ഇന്ന് ഒക്ടോബർ 17 10 OTT അപ്ഡേറ്റുകൾ വന്നിരിക്കുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിൽ ഇതുപോലെ ഒരുപാട് സിനിമകൾ റിലീസ് ആയിട്ടുണ്ട്. ആദിത്യ ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി അപ്ഡേറ്റ് ആണ്. സിനിമ ഇന്ന് C5 OTT റിലീസ് ആയിരിക്കുകയാണ്. നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ ആസിഫ് അലി സിനിമ മലയാളത്തിന് പുറമെ തമിഴ് ഭാഷയിൽ കൂടി ഇപ്പോൾ C5 OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. ഇന്ന് OTT റിലീസായ മറ്റ് മലയാളം സിനിമകളിലേക്ക് വരികയാണെങ്കിൽ രണ്ടാമത്തെ സിനിമ ഇമ്പം എന്ന സിനിമയാണ്. ഇപ്പോൾ സൺനെക്സ്റ്റ് OTT പ്ലാറ്റ്ഫോമിൽ സിനിമ ലഭ്യമാണ്. മൂന്നാമത്തേത് ചാപ്പക്കൂത്ത് എന്ന സിനിമയാണ്. ഇന്ന് ഒക്ടോബർ 17 സിനിമ മനോരമ മാക്സിലൂടെ OTT റിലീസായി കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തത് മനോരമ മാക്സിൽ OTT റിലീസിനൊരുങ്ങുന്ന സ്റ്റേഷൻ 5 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. നാളെ ഒക്ടോബർ 18 സിനിമ OTT റിലീസ് ആകുമെന്നാണ് ഒഫീഷ്യൽ പ്രഖ്യാപനം. അഞ്ചാമത്തേത് ദക്ഷ എന്നൊരു തെലുഗു സിനിമയുടെ അപ്ഡേറ്റ് ആണ്. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. ആറാമത്തേത് തമിഴിൽ നിന്നുള്ള തണൽ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ആമസോൺ പ്രൈമിലൂടെ ഈ തമിഴ് സിനിമ തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിൽ ഇപ്പോൾ OTT റിലീസായി കഴിഞ്ഞിരിക്കുകയാണ്. ഗ്രേറ്റർ കലേഷ് നെറ്റ്ഫ്ലിക്സിന്റെ ഒരു ഹിന്ദി സീരീസ് ആണ്. ഈ ഹിന്ദി സീരീസ് ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു ഭാഷകളിൽ ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ആയിരിക്കുകയാണ്. എട്ടാമത്തേത് ഇന്ന് OTT റിലീസ് ആകുമെന്ന് ഇന്നലെ പ്രേക്ഷകരെ അറിയിച്ച ബാഗി 4 എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇപ്പോഴത്തെ ഇന്നലത്തെ അപ്ഡേറ്റിൽ പറഞ്ഞതുപോലെ അത് അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആയിരുന്നെങ്കിൽ പോലും ഇപ്പോഴത്തെ അപ്ഡേറ്റ് ശരിവയ്ക്കുന്ന രീതിയിൽ ബാഗി 4 ഇന്ന് OTT റിലീസ് ആയിരിക്കുന്നു. ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ റെന്റ് ഓപ്ഷനിൽ റിലീസായ സിനിമ റെന്റ് ഓപ്ഷനിൽ അല്ലാതെ ഈ മാസം അവസാനത്തോടെ OTT റിലീസ് ആകുന്നതാണ്. ഒരു തെലുഗു ഹൊറർ ത്രില്ലർ സിനിമയാണ് കിഷ്കിന്ധാപുരി റേഡിയോ സ്റ്റേഷൻ. ഇപ്പോഴത്തെ സിനിമ OTT റിലീസ് ആയിരിക്കുകയാണ്. അനുപമ പരമേശ്വരൻ മലയാളത്തിൽ നിന്ന് ഭാഗമായി ഈ തെലുഗു സിനിമ ഇന്ന് വൈകിട്ടോടെയാണ് C5 OTT റിലീസ് ആയിരിക്കുന്നത്. നിലവിൽ തെലുഗു ഭാഷയിൽ മാത്രമാണ് സിനിമ ലഭ്യമാക്കിയിരിക്കുന്നത്. ഈ വീഡിയോയിലെ രണ്ടാമത്തെ ആസിഫ് അലി സിനിമയുടെ അപ്ഡേറ്റ് അത് മിറാഷ് എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ആസിഫ് അലി നായകനെ എത്തിയ സിനിമ കൃത്യം ഒരു മാസത്തിനുള്ളിൽ OTT റിലീസിനായിട്ട് ഒരുങ്ങുകയാണല്ലോ. നേരത്തെ ഒക്ടോബർ 20 സിനിമ സോണി ലിവിൽ റിലീസ് ആകുമെന്നായിരുന്നു ഒഫീഷ്യൽ പ്രഖ്യാപനം. എന്നാൽ ഇപ്പോഴത്തെ സോണി ലിവ് ആ ഡേറ്റ് ഒരു ദിവസം നിർത്തിയാക്കിയിരിക്കുന്നു. ഒക്ടോബർ 19 മറ്റന്നാൾ സിനിമ OTT റിലീസ് ആകുമെന്നാണ് സോണി ലിവിന്റെ പ്രഖ്യാപനമെങ്കിൽ പോലും അവരുടെ പതിവ് സിനിമകളുടെ അതേ രീതിയിൽ നാളെ ഒക്ടോബർ 18 വൈകിട്ടോടെ സിനിമ OTT റിലീസ് ആകും. ഒരുപാട് സസ്പെൻസ് നിറഞ്ഞ മിറാഷ് എന്ന സിനിമ പാനന്തൻ ഭാഷകളിൽ റിലീസ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റുകൾ അറിഞ്ഞിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കൂ.